ഗുഡ് ഈവനിങ് ടു ഓൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്താണെന്നും അതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് ഈച്ച് എക്സ്പെൻസ് ഐറ്റം ഈസ് ഷോൺ ആസ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ് ഈസ് കോൾഡ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മളിവിടെ നെറ്റ് സെയിൽസ് കാണും, എന്നിട്ട് നെറ്റ് സെയിൽസിൽ ഓരോ ഐറ്റത്തിൻ്റെയും എക്സ്പെൻസ് അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെയാണ് ഈ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദ സെയിൽസ് ഫിഗേഴ്സ് ഈസ് അസ്യൂംഡ് ടു ബി 100% ആൻഡ് ഓൾ ഫിഗേഴ്സ് ആർ ഷോൺ ആസ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ്. ഓക്കെ, നെറ്റ് സെയിൽസ് ആണ് ഇവിടെ എന്തായിട്ട് നമ്മളൊരു ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം കേട്ടോ. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ 2020 2021 2 വർഷം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെർട്ടിക്കുലർ സെയിൽസ് ഇത് നമ്മൾ മറ്റേതില്ലേ എന്താണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, വലിയ ഒരു വ്യത്യാസം വരുന്നില്ല. അതിൻ്റെ ഇടയിൽ 2 ഇയർ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ 2 ഇയറിലൊക്കെ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സെയിൽസ്, റിട്ടേൺ ഇൻവാർഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻകം ടാക്സ്. അതായത് സെയിൽസ് കാണുക, സെയിൽസിൽ നിന്ന് ഇൻവാർഡ്സ് മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്യാം. എന്നിട്ട് ബിഫോർ ടാക്സ് ഓഫ് ഓപ്പറേറ്റീവ് ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ ഇൻകം ടാക്സ് മൈനസ് ചെയ്തിട്ട് ആഫ്റ്റർ ടാക്സ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇൻകം ടാക്സ് കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എന്തെഴുതുന്നത്? എമൗണ്ട് പെർസെൻറ്റേജ്, അതായത് 2 ഇയറാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. സോ ഇവിടെ പെർട്ടിക്കുലർ, ഇവിടെ 2020 ഇവിടെ അതിൻ്റെ പെർസെൻറ്റേജ്, ഇവിടെ 2021 എമൗണ്ട് അതിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ, ആദ്യം ഇത് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്താൽ മതി കേട്ടോ. അല്ല രണ്ടും കൂടെ ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കണക്കങ്ങ് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2020 നോക്കാം. 2020 സെയിൽസ് വന്നിട്ടുള്ളത് എത്രയാണ്? 10,50,000 എമൗണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെയിൽസ് ആയിട്ട് എടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ റിട്ടേൺ വന്നിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ്? 50,000. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്യണം. റിട്ടേൺ ഇൻവാർഡ്സ് സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ലക്ഷം കിട്ടും. ഇതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നെറ്റ് സെയിൽസ്. ഈ നെറ്റ് സെയിൽസ് ആണ് എന്ത്? 100%. അപ്പോൾ നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഈ 10 ലക്ഷമാണ്. അതായത് ഈ സെയിൽസിൽ നിന്നും റിട്ടേൺ ഇൻവാർഡ്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്, പെർസെൻറ്റേജ് കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് 100% എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ 7,50,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7,50,000 ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, 7,50,000. ഈ 7,50,000 10 ലക്ഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണണം. അതെങ്ങനെയാണ് കാണുക? 7,50,000 ഡിവൈഡഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 75% കിട്ടും. ഓക്കെ, 75% കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് കാണണം. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതായത് 10 ലക്ഷത്തിൽ നിന്ന് 75,000 മൈനസ് ചെയ്താൽ 2,50,000. 100 നിന്ന് 75 മൈനസ് ചെയ്താൽ ബാക്കി 25%. ഓക്കെ, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഓപ്പറേറ്റീവ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും അതുപോലെ തന്നെ സെല്ലിംഗ് എക്സ്പെൻസും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 60,000, സെല്ലിംഗ് എക്സ്പെൻസ് 40,000. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 lakh കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണണം. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 60,000 ആണ്. അത് എത്ര ശതമാനം? 60,000 ഡിവൈഡഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ ടു 6%. 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 ഈക്വൽ ടു 4%. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജും കിട്ടി. ആ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 lakh കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്തതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ
ഗ്രോസ് പ്രോഫിറ്റ് 2,50,000. 2,50,000 നിന്നും 1,00,000 മൈനസ് ചെയ്താൽ ബാക്കി 1,50,000 ഉണ്ടാവും. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് ആഡ് ആക്കുന്നതിന് മുന്നേയുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്ര കിട്ടി? 1,50,000 കിട്ടി. ഈ 1,50,000 നമുക്കിവിടെ മൈനസ് ചെയ്യാനുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്യണം. അത് എത്രയാണ്? 10,000 രൂപ. അപ്പോൾ 1,50,000 നിന്നും 10,000 മൈനസ് ചെയ്താൽ 1,40,000. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് കാണുക കേട്ടോ. അതായത് 1,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ഈക്വൽ ടു 50%. 10,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 1%. പിന്നെ അപ്പം നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്താൽ 1,40,000 കിട്ടും. 1,40,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ഈക്വൽ ടു 40%. 14%. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇത് കാണാം. അതായത് ഇൻകം ടാക്സ് മൈനസ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റാണ് ഇൻകം ടാക്സ് മൈനസ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15,000 രൂപയാണെന്ന്. ഓക്കെ, 15,000 രൂപ. അപ്പോൾ 15,000. അപ്പോൾ 15,000 ഇൻറ്റു 10 lakh ഇൻറ്റു 100 ഈക്വൽ ടു 1.5%. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 1,40,000 നിന്നും 15,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,25,000 കിട്ടും. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2020 വരുന്നത്. അതേപോലെ തന്നെ 2021 ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അതായത് സെയിൽസ് പറഞ്ഞിട്ടുള്ളത് 16,70,000 ആണ്. റിട്ടേൺ പറഞ്ഞിട്ടുള്ളത് 75,000 ആണ്. സോ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞത് 16,00,000 ഇതാണ് ഇവിടെ 100% വരുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പറഞ്ഞിട്ടുള്ളത് 10,00,000 10,00,000 കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പറയുമ്പോൾ 10,00,000 എഴുതി. പെർസെൻറ്റേജ് എങ്ങനെയാണ്? 10,00,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 62.5%. 62.5%. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,00,000 നിന്നും 10,00,000 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 6,00,000. 6,00,000 എത്ര പെർസെൻറ്റേജ്? 6,00,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 37.5%. ഓക്കെ, നെറ്റ് സെയിൽസ് ആണ്. അതായത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് സെയിൽസ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയാം. അതായത് കോമൺ സൈസിൻ്റെ കേസിൽ തന്നെ നമ്മൾ എന്ത് സാധനം ഒരു എമൗണ്ട് ബേസ് ആയിട്ട് എടുക്കണം. അസറ്റിൻ്റെയും ലയബിലിറ്റി, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാണെങ്കിൽ അസറ്റിൻ്റെ ടോട്ടലും ലയബിലിറ്റീൻ്റെ ടോട്ടലും എടുക്കാം. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ നെറ്റ് സെയിൽസ് ആണ് അവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6,00,000 ഇവിടെ കിട്ടി 37.5. പിന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 1,60,000 80,000 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി. 1,60,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 10%. 80,000 ഡിവൈഡ് ബൈ 1,60,000 ഇൻറ്റു 5%. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് 2,40,000. പിന്നെ ഈ 6,00,000 നിന്ന് 2,40,000 മൈനസ് ചെയ്താൽ 3,60,000. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. 3,60,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 22.5. ഓക്കെ, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 30,000 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മൈനസ് ചെയ്താൽ 3,30,000. 3,30,000 ഡിവൈഡഡ് ബൈ 16,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 20.625. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ആയിരുന്നു മൈനസ് ചെയ്യണം. 40,000 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 40,000 മൈനസ് ചെയ്താൽ 2,90,000. 40,000 ഡിവൈഡഡ് ബൈ 16,00,000 ഈക്വൽ ടു 16,00,000 ഇൻറ്റു 100 ഈക്വൽ ടു 2.5%. ഇതാണ് എന്ത് പറയുന്നത്? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈസിയാണ്. നിങ്ങൾ പെർസെൻറ്റേജ് കാണാൻ മാത്രം പഠിച്ചാൽ മതി. അത്ര ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു സിലബസിൽ ഇത്ര ഈസി ആയിട്ടുള്ളത് വരുമെന്ന് പോലും ഡൗട്ട്സാണ് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ. കാരണം ഇതിൽ വലിയ കമ്പ്യൂട്ടേഷനോ ഇക്വേഷൻസ് ഒന്നും വരുന്നില്ല. എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക്